അല്ലാഹുവുമായിട്ട് അടുക്കുവാനുള്ളൊരു സമ്മാനം അല്ലാഹു നൽകുകയാണ്. ആ സമ്മാനമാകുന്ന നമസ്കാരത്തെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മിഅ്റാജിന്റെ രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അമൂല്യമായ സമ്മാനമാണ് നമസ്കാരം. ആ നമസ്കാരം എന്ന സമ്മാനത്തെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ കാത്തു സൂക്ഷിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് കാത്തു സൂക്ഷിച്ചു. ആദരവോടെ, ബഹുമാനത്തോടെ, ആവേശത്തോടെ ആ നമസ്കാരം എന്ന അല്ലാഹുവിന്റെ സമ്മാനത്തെ തന്റെ ജീവിതത്തിൽ മുറുകെ പിടിച്ചു. ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് ആ പ്രവാചകന്റെ സ്വഹാബത്തും മുറുകെ പിടിച്ചു. തങ്ങളുടെ ദുഃഖങ്ങളിലും തങ്ങളുടെ സന്തോഷങ്ങളിലും സന്താപങ്ങളിലും യുദ്ധഭൂമിയിലും സമാധാനാന്തരീക്ഷത്തിലും രോഗാവസ്ഥയിലും ആരോഗ്യാവസ്ഥയിലും യാത്രയിലും നാട്ടിലും എല്ലാ സമയത്തും നമസ്കാരത്തെ മുറ പോലെ കൃത്യമായി മുറുകെ പിടിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, ഖുർറത്തു ഐനി ഫിസ്സലാ, എന്റെ സന്തോഷം എന്നറിയുമോ, എന്റെ ആനന്ദം എന്നറിയുമോ, എന്റെ ആഹ്ലാദവും എന്റെ അനുഭൂതിയും എന്നറിയുമോ, അത് അല്ലാഹുവിന്റെ മുമ്പിൽ തക്ബീർ പറഞ്ഞ് നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുന്നതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദവും അനുഭൂതിയുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്തെങ്കിലും ഒരു മാനസികമായ പ്രയാസം നേരിട്ടാൽ, അല്ലാഹുവിന്റെ റസൂലിന് എന്തെങ്കിലും ഒരു സമ്മർദ്ദം നേരിട്ടാൽ, അല്ലാഹുവിന്റെ റസൂലിന് എന്തെങ്കിലും ഒരു വിഷമം നേരിട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ റസൂലുള്ളാഹി തങ്ങൾ നമസ്കാരത്തിലോട്ട് കിടക്കുമായിരുന്നു. ഉടനെ തന്നെ നമസ്കാരത്തിലോട്ട് കിടക്കുമായിരുന്നു ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് മരണാസന്നനായി കിടക്കുമ്പോൾ പോലും, മരണാസന്നനായി മരണക്കിടക്കയിൽ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് കിടക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവസാനമായിട്ട് നൽകിയ ഉപദേശം എന്തെന്നറിയുമോ? മരണവേദന അനുഭവിക്കുന്ന വേളയിലും ഹബീബായ തിരുദൂതർ അവസാനമായിട്ട് നൽകിയ ഉപദേശം എന്തെന്നറിയുമോ? അസ്സലാ അസ്സലാ, നിങ്ങളുടെ നമസ്കാരത്തെ സൂക്ഷിക്കണേ, നിങ്ങളുടെ നമസ്കാരത്തെ സൂക്ഷിക്കണേ, ആ നമസ്കാരത്തെ നിങ്ങൾ മുറുകെ പിടിക്കണേ, ആ നമസ്കാരത്തിൽ നിങ്ങൾക്ക് കൃത്യതയുണ്ടാവണേ. കാരണം ആ നമസ്കാരം അമൂല്യമാണ്, ആ നമസ്കാരം ഫർളാണ്. ആ നമസ്കാരം കൃത്യമായി മുറുകെ പിടിച്ചില്ലെങ്കിൽ അവൻ ഏറ്റവും വലിയ ഹതഭാഗ്യവാനാ. കാരണം നാളെ പടച്ച തമ്പുരാന്റെ കോടതിയിൽ പോയി നിൽക്കുമ്പോ അതാ അല്ലാഹുവിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് വേണ്ടി ഞാനും നിങ്ങളും പോയി നിൽക്കുമല്ലോ. അബൂനാബുൽ ബശറാദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനങ്ങളെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുമല്ലോ. അതാ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക പരിപാലകനായ അല്ലാഹുവിന്റെ ദർബാറിൽ നമ്മൾ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുമ്പോ ആ സമയത്ത് അല്ലാഹു ആദ്യമായി ചോദിക്കുന്നതെന്നറിയുമോ? അല്ലാഹു ആദ്യമായിട്ട് നമ്മളോട് വിചാരണ ചെയ്യുന്നതെന്നറിയുമോ? അവ്വലുമായി യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ. നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഒന്നാമതായിട്ട് അല്ലാഹു നമ്മളോട് ചോദിക്കുന്നത് അത് നമസ്കാരത്തെ കുറിച്ചാണ്, അത് നമസ്കാരത്തെ കുറിച്ചാണ്. ആ നമസ്കാരത്തെ കുറിച്ച് ആദ്യമായി ചോദിക്കുന്ന വേളയിൽ കൃത്യമായ ഉത്തരം പറയാൻ കഴിഞ്ഞാൽ അവൻ വിജയാണ്, വിജയാണ്. ഇനി അതെല്ലാ നമസ്കാരത്തെ കുറിച്ച് ചോദിക്കുമ്പോ അതിന് കൃത്യമായ മറുപടി പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ അവൻ ഏറ്റവും വലിയ ഹതഭാഗ്യവാനാണ്, അവനാണ് ഹതഭാഗ്യവാൻ, അവനാണ് പരലോകത്തെല്ലാം നഷ്ടപ്പെട്ടവന്. അതുകൊണ്ട് സഹബാ, നിങ്ങളെ നമസ്കാരത്തെ മുറുകെ പിടിക്കണേ സഹാബ, നിങ്ങളുടെ നമസ്കാരത്തെ കൃത്യമായി മുറുകെ പിടിക്കണേ സഹാബ എന്ന് മരണാസന്നനായി കിടക്കുമ്പോൾ പോലും ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഉപദേശിക്കുകയാണ്, നിങ്ങൾ നമസ്കാരത്തെ മുറുകെ പിടിക്കണേ.
നിങ്ങൾ നമസ്കാരത്തെ മുറുകെ പിടിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സമ്മാനമാണ് നമസ്കാരം. അല്ലാഹുവുമായിട്ട് അടുക്കാൻ, അല്ലാഹുവുമായിട്ട് മുനാജാത്ത് നടത്താൻ. അസ്സലാത്തു മുനാജാത്തുൽ മുഅ്മിൻ, അല്ലാഹുവുമായിട്ടുള്ള മുനാജാത്താണ് നമസ്കാരം. ആ നമസ്കാരത്തെ നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണാസന്നനായി കിടക്കുമ്പോൾ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ നമസ്കാരത്തിൽ നമുക്ക് ആർക്കൊക്കെ കൃത്യതയുണ്ട്? ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മളിൽ ആരാണ് കൃത്യത പുലർത്തുന്നത്?